I will explain the topic RFID technology. എങ്ങനെയാണ് RFID ടെക്നോളജി നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. RFID മീൻസ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി. ദാറ്റ് മീൻസ് റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് ഒബ്ജക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ദെൻ ട്രാക്ക് ചെയ്യാം, സോർട്ട് ഔട്ട് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, വേരിയസ് ഒബ്ജക്ട്സ് ലൈക്ക് ഏത് രീതിയിലുള്ള പീപ്പിൾ ആവാം, വെഹിക്കിൾസ് ആവാം, ഗുഡ്സ് ആവാം, അങ്ങനെ ഏത് രീതിയിലുള്ള ഒബ്ജക്ട്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ക്യാൻ ട്രാക്ക് ദ മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, through the network of radio-enabled scanning devices over a distance of several meters. ഒരു പർട്ടിക്കുലർ മീറ്ററിൻ്റെ ഉള്ളിലുള്ള രീതിയിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. Then next, RFID technology composed of 3 elements. First one is RFID tag, second is RFID reader, and the third one is backend database. അപ്പോൾ ഇങ്ങനെ 3 കമ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് RFID ടെക്നോളജിയെ പറയാം. RFID ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാരീസ് ദ ഒബ്ജക്റ്റ്, ദാറ്റ് മീൻസ് ഐഡൻറ്റിഫൈ ദ ഡേറ്റ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് RFID ടാഗ് റീഡർ. RFID ടാഗ് റീഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ RFID ടാഗിലുള്ള ഡേറ്റ എന്താണോ ആ ഡേറ്റ റീഡ് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ആ റീഡ് ചെയ്ത ഡേറ്റ സ്റ്റോർഡ് ഇൻ ടു എ ഡേറ്റാബേസ്, ദാറ്റ് മീൻസ് ബാക്ക് ആൻഡ് ഡേറ്റാബേസ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റിനകത്ത് ഒരു RFID ടാഗ് ഉണ്ട് എങ്കിൽ അത് RFID ടാഗ് റീഡർ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി ഡേറ്റാബേസ്. നെക്സ്റ്റ്, ഇനി അത് ഓരോന്നും എന്താണെന്ന് പറയാം. RFID ടാഗിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് 2 എണ്ണമാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആൻറ്റിന. Integrated circuit means that is used for modulating and demodulating of radio signals. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് പെർഫോംസ് അതർ ഫങ്ഷൻസ്. സെക്കൻഡ് വൺ ഈസ് ആൻറ്റിന. ആൻറ്റിന ഈസ് യൂസ്ഡ് ഫോർ റിസീവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ദ സിഗ്നൽസ്. അപ്പം നമ്മുടെ RFID ടാഗിനകത്ത് 2 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആൻറ്റിന. Okay, then RFID tag is divided into 2 parts. Two types RFID tag. The first one is passive tag and second one is active tag. Passive tag, it has some features. The first one is it has unlimited life. Then second point is shorter range. Third one is low capacity. Next, fourth one is low output power. Next is the small range. അപ്പോൾ ആക്റ്റീവ് ടാഗ് ആകുമ്പോൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട് കമ്പയർഡ് ടു പാസീവ് ടാഗ്, ബട്ട് ഇറ്റ് മോർ കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതാണ് ആക്റ്റീവ് ടാഗ് ആൻഡ് പാസീവ് ടാഗ്. നെക്സ്റ്റ് ഈസ് ദി കമ്പോണൻസ് ഓഫ് RFID സിസ്റ്റം. ഇനീഷ്യലി നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് പ്രൊഡക്റ്റ് കണ്ടെയ്നിങ് RFID ടാഗ്സ്. അതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. ദെൻ ഒരു RFID ടാഗുണ്ട്, ആൻറ്റിനയുണ്ട്, RFID റീഡറുണ്ട്, ദെൻ നെക്സ്റ്റ് ഒരു കമ്പ്യൂട്ടറുണ്ട്. ഇനീഷ്യലി നമ്മുടെ പ്രൊഡക്റ്റിലുള്ള RFID ടാഗ് യൂസ് ചെയ്തിട്ട് RFID റീഡർ അതിൽ ഡേറ്റ റീഡ് ചെയ്യും. പ്രൊഡക്റ്റിനകത്ത് RFID ടാഗ് ഉണ്ടാവും. ദെൻ ആ ടാഗിലുള്ള ഡേറ്റ RFID റീഡർ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിന യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എന്താണോ റീഡ് ചെയ്തത് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ. ഇതാണ് വർക്കിംഗ് ഓഫ് RFID സിസ്റ്റം. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RFID. ദ ഫസ്റ്റ് വൺ ഈസ് ലോ ഫ്രീക്വൻസി, നെക്സ്റ്റ് വൺ ഈസ് ഹൈ ഫ്രീക്വൻസി, ആൻഡ് ദ ലാസ്റ്റ് ഈസ് ദ അൾട്രാ ഹൈ ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ ഓരോന്നിനെയും റേഞ്ച് എന്തോരാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോ ഫ്രീക്വൻസി. ഇറ്റ്സ് റേഞ്ച് ഫ്രം 30 kHz to 500 kHz, അതായത് ഷോർട്ടർ ട്രാൻസ്മിഷൻ റേഞ്ചാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹൈ ഫ്രീക്വൻസി, റേഞ്ചസ് ഫ്രം 3 MHz to 30 MHz. ലാസ്റ്റ് വൺ ഈസ് ദ അൾട്രാ ഹൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് റേഞ്ചസ് ഫ്രം 300 MHz to 960 MHz.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് സെക്യൂരിറ്റി ഇൻ RFID. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നു വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് RFID, അല്ലെങ്കിൽ എന്താണ് RFID എന്നാണ്. ദെൻ നെക്സ്റ്റ് ഇസ് സെക്യൂരിറ്റി ഇൻ RFID. ഹൗ ദ സെക്യൂരിറ്റി ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ RFID. ദെൻ വാട്ട് ആർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് സെക്യൂരിറ്റി, അത് നമുക്ക് ഓൾറെഡി അറിയാം. There are three main requirements of RFID security are, first one is confidentiality, then second is integrity, and the third one is availability. Next another point is authentication. അതും സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് കനോട്ട് ആക്സസ് ദ സിസ്റ്റം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനാണ് എൻക്രിപ്ഷൻ. Data is sent in the form of encrypted format. Next one is integrity. Integrity means data modification ഉണ്ടാവരുത്. സെൻട്രൽ നിന്നും റിസീവറിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ there is no message modification. Next one is availability. Availability means റൈറ്റ് യൂസറിന് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ സിസ്റ്റം അവൈലബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് അവൈലബിലിറ്റി. ദെൻ RFIDയിൽ ഉണ്ടാകുന്ന രണ്ട് റിസ്കുകളാണ്. ഫസ്റ്റ് വൺ ഈസ് സെക്യൂരിറ്റി റിസ്ക് ആൻഡ് ദ സെക്കൻഡ് ഈസ് പ്രൈവസി റിസ്ക്. സെക്യൂരിറ്റി റിസ്കിൽ വരുന്ന പോയിൻറ്റ്സ് പറയാം. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൈവസി റിസ്ക്. പ്രൈവസി റിസ്കിലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഈസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു പേഴ്സണൽ ഡേറ്റ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ ട്രാക്കിംഗ്. ദ ഫോളോയിങ് ആർ ദി മെയിൻ പോയിൻറ്റ്സ് ഇൻ സെക്യൂരിറ്റി റിസ്ക്. അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടാഗ് ഐസൊലേഷൻ. ടാഗ് ഐസൊലേഷൻ മീൻസ് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് അറ്റാക്കാണ്. ദാറ്റ് മീൻസ് അത് മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു അറ്റാക്കാണ് ടാഗ് ഐസൊലേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഇൻ ബ്ലോക്കിംഗ് ദ ടാഗ് കമ്മ്യൂണിക്കേഷൻ ടു അവോയ്ഡ് സെൻഡിങ് ഡേറ്റ ടു ദി റീഡർ. അപ്പോൾ നമ്മൾ ഒരു RFID ടാഗിലുള്ള ഇൻഫോർമേഷൻ ഒരു റീഡർ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനകത്തിടയിൽ വരുന്ന ഒരു ബ്ലോക്കിംഗ് ആണ്. ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമ്മ്യൂണിക്കേഷനെ ബ്ലോക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാഗ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അറ്റാക്ക് ഇൻ RFID. നെക്സ്റ്റ് വൺ ഈസ് ടാഗ് ക്ലോണിങ്. ടാഗ് ക്ലോണിങ് മീൻസ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു. ഹിയർ the content of RFID is extracted and inserted into another tag. That is known as tag cloning. Next one is denial of service attack. Denial of service attack means അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്രയും ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ദ റീഡർ ഈസ് ഫ്ലഡഡ് വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ദാറ്റ് ഇറ്റ് ക്യാനോട്ട് ഡീൽ വിത്ത് ദി സിഗ്നൽസ്. അപ്പോൾ അത് RFID സിസ്റ്റത്തിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത അത്രയും ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്സ് ഇൻ RFID. നെക്സ്റ്റ് വൺ ഈസ് കമാൻഡ് ഇൻജെക്ഷൻ. കമാൻഡ് ഇൻജെക്ഷൻ മീൻസ് കമാൻഡ് ഇൻസേർട്ട് ചെയ്യുവാണ്. നമ്മൾ കണ്ടൻറ്റ് ഓഫ് ദി ടാഗിൻ്റെ കൂടെ സം കമാൻഡ്സ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കമാൻഡ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് അറ്റാക്ക്. നെക്സ്റ്റ് വൺ ഈസ് സിഗ്നൽ റീപ്ലേയിങ്. റീപ്ലേയിങ് മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫോർമേഷൻസ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സിഗ്നൽ റീപ്ലേയിങ്. നെക്സ്റ്റ് വൺ ഈസ് SQL ഇൻജെക്ഷൻ. SQL ഇൻജെക്ഷൻ അറ്റാക്ക് മീൻസ് ഒരു SQL കൊറിയിലൂടെ കോഡ് കൊടുത്തിട്ട് SQL കമാൻഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സം കോഡും കൂടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് SQL ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൈറസ് ഓർ മാൽവെയർ ഇൻജെക്ഷൻ. വൈറസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മാൽവെയേഴ്സിനെ ഇൻജെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വൈറസ് ഓർ മാൽവെയർ ഇൻജെക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് മീൻസ് സെൻഡറിൻ്റെ റിസീവറിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ അനദർ റീഡർ യൂസ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയുള്ള ഡേറ്റ റീഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. നെക്സ്റ്റ് നമുക്ക് സെക്യൂരിറ്റിയിൽ ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് RFIDയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓതൻറ്റിക്കേഷൻ മീൻസ് അത് ആ ഡേറ്റ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസറിൽ നിന്നാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യണം. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് രണ്ട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹാഷ് ലോഗ് സ്കീം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റാൻഡമൈസ്ഡ് ആക്സസ് കൺട്രോൾ. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്ന ഹാഷ് ലോഗ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന RFIDയിലെ കമ്പോണൻസ് എല്ലാം
സ്പെസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ടാഗ്, സെക്കൻഡ് ഈസ് ദ റീഡർ ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഡേറ്റാബേസ്. അപ്പോൾ ഇനീഷ്യലി റീഡറിൽ നിന്നാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റീഡർ ഇനീഷ്യേറ്റ് എ query മെസ്സേജ് ടു ദി ടാഗ്. According to the query message, the tag returns a meta ID to the reader. Reader like a meta ID that is stored into the tag. Okay, that send it to the reader. Then reader is അതിനെ എന്ത് ചെയ്യും, ഡേറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യും. ഇപ്പോൾ ഡേറ്റാബേസിൽ മെറ്റ ഐ ഡി കിട്ടിക്കഴിയുമ്പോൾ ഡേറ്റാബേസിൽ കുറച്ച് കീ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് മെറ്റ ഐ ഡി ഡേറ്റാബേസിൽ നിന്നും ഒരു കീ റിട്ടേൺ ചെയ്യും ടു ദി റീഡർ. റീഡറിൽ ആ കീ എത്തിക്കഴിഞ്ഞാൽ റീഡർ സെൻഡ് ഇറ്റ് ടു ദി ടാഗ്. ദെൻ ടാഗിൽ അത് വന്നു. അപ്പോൾ അവിടെ ചെയ്യുന്ന പ്രോസസ്സ് ആ കീ വാല്യൂവിനെ ഹാഷിംഗ് പെർഫോം ചെയ്യും. ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനൊരു ഹാഷ്ഡ് കീ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് മാച്ചസ് ചെക്ക് ദി മാച്ചിങ് ഓഫ് ദ കാൽക്കുലേറ്റഡ് ഹാഷ്ഡ് വാല്യൂ വിത്ത് സ്റ്റോർഡ് മെറ്റ ഐ ഡി. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന മെറ്റ ഐ ഡിയുടെ വാല്യൂവും ഈ ഹാഷ് ചെയ്തേക്കുന്ന വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന് പറയാം. ലാസ്റ്റ് പോയിന്റ് ഈസ് റീഡർ സെൻഡ് ദാറ്റ് കീ ടു ദി ടാഗ്. ദെൻ ടാഗ് പെർഫോംസ് അതിൻ്റെ ഹാഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അതിന് നമുക്കൊരു ഹാഷ്ഡ് കീ വാല്യൂ കിട്ടും. ദെൻ ആ ഹാഷ്ഡ് കീ വാല്യൂം മെറ്റ ഐ ഡിയും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് പറയാം ദാറ്റ് പ്രോസസ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്, ഹാഷ് ലോഗ് സ്കീം. സെക്കൻഡ് മെത്തേഡ് ഈസ് റാൻഡമൈസ്ഡ് ആക്സസ് കൺട്രോൾ. ഇപ്പോൾ റാൻഡമൈസ്ഡ് ആക്സസ് കൺട്രോളാണ് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. മറ്റേതാണെങ്കിൽ ഈസി ആയിട്ട് ഔട്ട്സൈഡേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും, അതായത് ഹാഷ് ലോഗ് സ്കീമിനകത്ത്. അപ്പോൾ സെക്കൻഡ് ഈസ് റാൻഡമൈസ്ഡ് ആക്സസ് കൺട്രോൾ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു റാൻഡം നമ്പർ കൂടെ യൂസ് ചെയ്യുവാണ്. ആ റാൻഡം നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇവിടെ സെയിം പ്രോസസ്സ് തന്നെയാണ്. റീഡർ സെൻഡ് എ query ടു ദി ടാഗ്. അക്കോർഡിംഗ് ടു ദി query ടാഗിലൊരു ഐ ഡി ഉണ്ടായിരിക്കും, മെറ്റ ഐ ഡി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ മെറ്റ ഐ ഡിയും ആർ മീൻസ് റാൻഡം നമ്പറൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹാഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. ആർ കോമ എച്ച് ഓഫ് ഐ ഡി കെ ഓർ ആർ എന്ന് കാണിച്ചേക്കുന്നത്. ഐ ഡി കെയും ആറൂടെ കമ്പൈൻ ചെയ്യുന്നു. ദെൻ ഹാഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ആ വാല്യൂ റാൻഡം നമ്പറൂടെ സെൻഡ് ടു ദി റീഡർ. റീഡറിൽ അത് കിട്ടിക്കഴിയുമ്പോൾ റീഡർ ദാറ്റ് ഈസ് അഗെയിൻ സെൻഡ് ടു ദി നമ്മുടെ ഡേറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യും. ഇപ്പോൾ ഡേറ്റാബേസിൽ അക്കോർഡിംഗ് ടു ദാറ്റ് വാല്യൂ അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ഐ ഡിയും റിട്ടേൺ ചെയ്യും. ഗെറ്റ് ഓൾ ഐ ഡീസ് അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ അത് റിട്ടേൺ ചെയ്യും. ഡേറ്റാബേസ് റിട്ടേൺ ചെയ്യുന്ന ഐ ഡീസാണ് ID1, ID2, IDN എക്സെട്ര. ദെൻ അത് റീഡറിൽ വന്നു കഴിയുമ്പോൾ റീഡർ കറക്റ്റായിട്ടുള്ള ഏത് ഐ ഡി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ബേസ്ഡ് ഓൺ ഹാഷിംഗ് ടെക്നിക്. അപ്പോൾ ഇത്രയാണ് ഓതൻറ്റിക്കേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് എൻക്രിപ്ഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം RFID-യിൽ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെക്കാനിസം യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് സ്ട്രീം സൈഫറിങ് മെക്കാനിസം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്ലോക്ക് സൈഫറിങ് മെക്കാനിസം. അപ്പോൾ ഓൾറെഡി സൈഫർ ടെക്സ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ എൻകോഡഡ് ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സൈഫർ ടെക്സ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കീ യൂസ് ചെയ്യും, ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ് രണ്ടിലും യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈ സ്ട്രീം സൈഫറിങ് മെക്കാനിസം മീൻസ് അതിനകത്ത് ഓരോ ബിറ്റും നമ്മുടെ ഡേറ്റയിൽ ഓരോ ബിറ്റും എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ബ്ലോക്ക് സൈഫറിങ് മെക്കാനിസം ബ്ലോക്കായിട്ടാണ് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് ഒരു ബ്ലോക്കിനെയാണ് കൺവേർഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നതെന്നാണ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ സൈഡിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ദിസ് സൈഫർ ടെക്സ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി റിസീവർ. അറ്റ് ദ സൈഡ് ഓഫ് റിസീവർ എന്ത് ചെയ്യും? അഗെയിൻ ദ സൈഫർ ടെക്സ്റ്റിനെ കൺവേർട്ടഡ് ഇൻ ടു പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കീ ആൻഡ് അൽഗോരിതം. അപ്പോൾ ഇനീഷ്യലി ഒരു കീ കെ കാണിച്ചിട്ടുണ്ട്. ദെൻ അതൊരു അൽഗോരിതം നമുക്ക് ഏത് അൽഗോരിതമാണോ പബ്ലിക് കീ
ക്രിപ്റ്റോഗ്രഫി അൽഗോരിതംസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് കീ. ഇപ്പോൾ ഏത് അൽഗോരിതമാണോ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അൽഗോരിതത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ പറയുന്നത് സ്യൂഡോ റാൻഡം സ്ട്രീം എന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണേ. നേരെ റിവേഴ്സ് പ്രോസസ്സാണ് റിസീവർ സൈഡിൽ നടക്കുന്നത്. സെയിം മെക്കാനിസമാണ് ബ്ലോക്ക് സൈഫറിങ്ങിൻ്റെ കേസിലും. പക്ഷേ അവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് എൻക്രിപ്റ്റഡ് ഗ്രൂപ്പിംഗ് ദ സിമ്പിൾസ് ഇൻ ബ്ലോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് RFID കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് RFIDയിൽ ഓതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നതെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.